അവർക്ക് ഞാനൊരു സർപ്രൈസ് കൊടുത്താണ് നൈറ്റിക്ക്. ഉച്ചയ്ക്ക് മന്തി വാങ്ങിയിട്ട് ബാലൻസ് ആണ്. അതിന് സൈഡായിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്താണ്ട്. അതാണ് അത്രയും വലിയ റിയാക്ഷൻസ് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സോയ പൊരിച്ചത് കേട്ടോ. ഇത് എരിവില്ലാതെ ഉണ്ടാക്കിയതാണ്. എൻ്റെ ലഞ്ച് ബോക്സ് സീരീസ് കാണുന്നവർക്ക് മനസ്സിലാവും എനിക്കൊട്ടും എരിവ് ഇഷ്ടമല്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിൽ നമ്മളിന്ന് വലിയ സോയാണ് എടുത്തിരിക്കുന്നത്. ചെറുതോ വലുതോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലിട്ടിട്ട് നന്നായി ഒന്ന് ബൾജായ ശേഷം 2 പ്രാവശ്യം നല്ല പച്ച വെള്ളത്തിൽ ഞാൻ എടുത്തത് മാറ്റി ഇടും. കാരണം അത് പിഴിയണ സമയത്ത് നമ്മുടെ കയ്യിൽ ചൂട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതാക്കുന്നത്. ഒരു പ്രാവശ്യം മാറ്റി ഇട്ടാൽ മതി. എനിക്ക് തീരെ ചൂട് പറ്റില്ല കയ്യിലേക്ക്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തണുത്ത ശേഷമാണ് നന്നായി പിഴിഞ്ഞെടുക്കുക. നന്നായി പിഴിഞ്ഞെടുക്കട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ കളയണം. എന്നിട്ട് ഇതിന് മസാലയ്ക്ക് മെയിൻ ആവശ്യമുള്ളതാണ് ഈ ജീരകപ്പൊടി. 2 ജീരകം വേണം, ചെറിയ ജീരകവും വലിയ ജീരകവും. ഈ രണ്ടും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചിട്ട് കൈയോടെ പൊടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതിടാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനപ്പോൾ പൊടിച്ചെടുത്തേ ഉള്ളൂ. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ടൊമാറ്റോ സോസ് കേട്ടോ. ഈ ടൊമാറ്റോ സോസും ഈ ജീരകപ്പൊടിയും സ്കിപ്പ് ചെയ്യാതെ ഇടുക കേട്ടോ. എന്താണ് അതാണ് ഇതിൽ മെയിൻ ടേസ്റ്റിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാതെ ഇടുക. ഒരിക്കൽ സ്കിപ്പ് ചെയ്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ടില്ല കേട്ടോ. ഇത്ര ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടുന്നത് 1 സ്പൂണ് കോൺഫ്ലവർ പൊടിയും 1 സ്പൂണ് അരിപ്പൊടിയാണ്. അരിപ്പൊടി മാത്രമുള്ളവർക്ക് അരിപ്പൊടി ഇടാം കേട്ടോ. കോൺഫ്ലവർ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ടൊമാറ്റോ സോസും ജീരകപ്പൊടിയും സ്കിപ്പ് ചെയ്യാതെ ഇടാം കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് ചില്ലി പൗഡറും പെപ്പർ പൗഡറും മാത്രമേ ഇതിൽ ആഡ് ചെയ്യുള്ളൂ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓവർ കട്ടിയും ആവാൻ പാടില്ല മസാല, ഓവർ ലൂസും ആവാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ കിടക്കണം. എന്നിട്ട് നന്നായിട്ട് അത് മസാല പിടിപ്പിക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇടുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ പൊരിക്കുന്ന സമയത്ത് ചില്ലി പൊരിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കുറച്ച് മുളകും കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് അന്ന് ഞാൻ ഇട്ടില്ല എന്നേ ഉള്ളൂ. കുട്ടിക്ക് ഉണ്ടാക്കും ഞാൻ കറിവേപ്പില ഇടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നന്നായിട്ടുണ്ടാവും. ഇത് നല്ല പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ ഇത് ഉണ്ടാവുക. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഇതിൽ എരിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. കുട്ടികൾക്ക്, എനിക്ക് താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.